ആ കൂളന്റ് കൂളന്റ് ആ കൂളന്റ് ഒരിക്കൽ എന്ത് ഫുള്ള് നടന്നു അയ്യാ. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പം നൈസ് വ്യൂ ആയിട്ട് നമുക്ക് ആ ഒരു ചിറ കാണാൻ പറ്റും കേട്ടോ. ഞാൻ ഈ കുളിക്കുന്ന സമയത്ത് വലിയ എന്തോന്നും പറഞ്ഞ് വന്നതാട്ടോ, കൊട്ട വെയിലത്ത് വന്ന് കയറി കൊടുത്തു. ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നും വീണ്ടും പഴയ ഒരു ടീമാണ് കേട്ടോ. നമ്മൾ ഇല്ലിക്കല്ല് പോയ വ്ളോഗിനകത്തുള്ള ടീം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇത് നമ്മുടെ 390 ഇരിപ്പുണ്ട്. ബാക്ക് നമ്മൾ ഒരുപാട് പേര്, ഒരു ഡ്യൂക്കും കൂടെ നമ്മുടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 200 പുള്ളിക്കാരൻ്റെ ഒരു ലൈനെ വിളിക്കാൻ പോയേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പം ഏകദേശം ഇപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ മൂവാറ്റുപുഴ, ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ തിരുവല്ല, ആ ഒരു റേഞ്ചിൽ നിൽക്കുകയാണ്. നമ്മളെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇലവീഴാപൂഞ്ചിറ എന്ന് പറയുന്ന ആ ഒരു ലൊക്കേഷനിലോട്ട് പോകാനാണ്. പിന്നെ ഈ വണ്ടിയുടെ ഓണറെ പറ്റി പറയാനാണെങ്കിൽ, ഇവൻ രാവിലെ ഞാൻ ഒരു 4:40 കൊട്ടാരക്കര എത്തി. അത് കഴിഞ്ഞ് 11 ഞാൻ വിളിച്ച് അങ്ങ് അപ്പുറത്ത് ഹെൽമെറ്റ് ഇല്ലാതെ നിൽക്കുന്ന ഒരു തന്നെ ഈ വണ്ടിയുടെ ഓണർ. എൻ്റെ പൊന്നെ, അവൻ എന്നെ 1.5 മണിക്കൂർ, ഏകദേശം 1.5 മണിക്കൂർ പോസ്റ്റാക്കി ഭ്രാന്തെടുത്ത് നിന്ന്. പിന്നെ ഇപ്പോൾ ഏകദേശം എല്ലാവരും കൂടെ ജോയിൻ ചെയ്ത് ഇനി ഒരു വണ്ടിയും കൂടെ വരാനുണ്ട്. അപ്പം നമ്മൾ വഴി നിർത്തിയാണ് കേട്ടോ. ഒരു ഡ്യൂക്കും ബാക്കി എല്ലാം RC ആണ്. എന്തായാലും നമുക്ക് ഇലവീഴാപൂഞ്ചിറ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. എനിക്കൊന്നും അറിയത്തില്ല, ഏരിയ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പണ്ട് ഓഫ് റോഡ് ആണെന്ന് ഞാൻ ഇങ്ങനെ വ്ളോഗിൽ കേട്ടിട്ടുണ്ട്. ഇപ്പം നല്ല അടിപൊളിയായിട്ട് റോഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ആ റോഡ് എക്സ്പ്ലോർ ചെയ്യാനും കൂടെ ആയിട്ടാണ് നമ്മൾ പോണത്. പിന്നെ എൻ്റെ വണ്ടിയുടെ ചെറിയൊരു പ്രശ്നം ഞാൻ കാണിച്ചു തരാം. ഇത് വേറെ 360 ആണ് കേട്ടോ ക്യാമറ, ഇൻസ്റ്റാ 360. അപ്പോൾ എൻ്റെ വണ്ടിയുടെ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും, ഞാൻ ഇപ്പോൾ ചാവി ഓണാക്കി വണ്ടി നല്ലോണം കൈ കൊടുക്കുമ്പോഴത്തേക്കും ഈ സ്വിച്ച് അങ്ങ് ഓഫായി പോകും. അവിടെ ചെറുതായിട്ട് ടാപ്പ് ചെയ്യുമ്പം റീസെറ്റ് ആവുകയാണ്. പിന്നെ എൻജിൻ വാണിങ് കത്തി. ഇനി ഇങ്ങനെ ആവുന്നതുകൊണ്ടായിരിക്കും എൻജിൻ വാണിങ് കത്തിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇന്നലെ കൊണ്ട് ഫുൾ ചെക്കപ്പൊക്കെ ചെയ്തതാണ് കേട്ടോ. വണ്ടി റൈഡ് പോകുന്നതിന് മുമ്പ് ഫുൾ ചെക്കപ്പൊക്കെ ചെയ്തതാണ്. പക്ഷേ എന്തോന്ന് അറിയത്തില്ല, ചെറുതായിട്ട് എൻജിൻ വാണിങ് കത്തി. ഇനി റോൾ ഓവർ സെൻസറിൻ്റെ ആണോ എന്നറിയത്തില്ല. ഞാൻ വണ്ടി ചെറുതായിട്ട് വാഷ് ചെയ്തായിരുന്നു. അപ്പം ഈ സെൻസറുകളിലൊക്കെ വെള്ളം വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തായാലും ലോങ് റൈഡ് പോകുമ്പോൾ ഇങ്ങനെ പറ്റുമ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നല്ലോണം കൈ കൊടുത്ത് വൈബ്രേഷൻ ആയ സമയത്ത്, മേ ബി 3rd ഗിയർ ആയിരുന്നു തോന്നുന്നു, വൈബ്രേഷൻ ആയപ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഓഫായി. ജസ്റ്റ് കണ്ടോ, ഇപ്പോൾ നോക്കിയോ, ഞാൻ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് ഓഫായി റീസെറ്റ് ആവുകയാണ്. അങ്ങനത്തെ പ്രശ്നമുണ്ട് കേട്ടോ. ഫ്യൂൽ പമ്പ് അടിച്ച് പോകുന്നതെന്തോ. ഓക്കെ, അപ്പം ഇത് വേറെ അത്യാവശ്യം മോഡിഫൈഡ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇത് ഒട്ടിപ്പ് സീറ്റും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഇറക്കിയേക്കുന്ന വണ്ടിയാണ്. പ്ലാസ്റ്റിക് എന്തായാലും കൊള്ളാം കേട്ടോ. ഇത് അത്യാവശ്യം കാണാൻ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് സെക്കൻഡ് ക്വാളിറ്റി വൈസറാണെന്ന് തോന്നുന്നു കേട്ടോ, കോപ്പി വൈസറാണ്. നൈസ് തന്നെ കേട്ടോ. വണ്ടിയുടെ ലുക്ക് അത്യാവശ്യം കാണാനൊക്കെ കൊള്ളാം. 390 എന്നൊക്കെ മെൻഷൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പ്രോ ഡിസ്ക് ബാക്കിൽ കേട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മളോട് പുതുതായിട്ട് ജോയിൻ ചെയ്തത് ഈ ഒരു വണ്ടിയും ആ വണ്ടിയാണ്. അതിനകത്ത് അത്യാവശ്യം RCBയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അണ്ടർബെല്ലി, RCയുടെ അണ്ടർബെല്ലിയാണ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അതിനകത്ത് ഇത് തന്നെ RCയുടെ അണ്ടർബെല്ലിയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഒറിജിനൽ വൈസറാണ് കേട്ടോ, KTMൻ്റെ ഒറിജിനൽ വൈസറാണ്. എനിക്ക് ഇത് കണക്ക് ഒരെണ്ണം സെറ്റ് ചെയ്യണമെന്നുണ്ട്, ടൈം ആകുമ്പോൾ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിവിടെ നിന്ന് തെറിച്ചതിന് ശേഷം ബാക്കിയാ വന്ന് എന്തോ വന്ന് ആകെയാ ആണ്ടേ. ഈ ടീം പോകാൻ പോയിട്ടോ. ഇല്ലേക്ക് അന്ന് കപ്പെടുത്ത ടീമാണ് ബാക്കി ഇരിക്കുന്ന. അതിനുശേഷം പിന്നെ ഇപ്പം 2ാമത്തെ റൈഡാണ്. അങ്ങനെ നമ്മൾ പോകാൻ പോയിട്ടോ. എനിക്ക് ചെറിയൊരു ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ABS കംപ്ലൈൻ്റ് ആണ്. പിന്നെ എൻജിൻ വാണിങ് അത് എന്താണെന്നറിയത്തില്ല. ആണ്ട കത്തി കിടക്കുന്നുണ്ടോ. ഓക്കെ, എന്തായാലും തെറിക്കാൻ പോകണം കേട്ടോ. പുള്ളിക്കാരൻ ഫ്രണ്ടിൽ പോണ വണ്ടിക്ക് വഴി അറിയാം എന്നൊക്കെയാണ് പറയുന്നത്. കോട്ടയം വരെ അറിയാമെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്യുമെന്തോ. ഗായ്സ്, അങ്ങനെ നമ്മളെ കൂടെയുള്ള ഒരു ഡ്യൂക്കിനും ഒരു RCക്കും വഴി എത്തി കേട്ടോ. ഞാനായിരുന്നു മാപ്പിട്ട് ആദ്യം വന്നത്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണാടി നോക്കുന്നുണ്ടായിരുന്നു ആരെങ്കിലും. എനിക്ക് നമ്മളിങ്ങനെ കൈ വയ്ക്കുമ്പം ഈ ചെറിയൊരു പീസ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. കൈ നല്ലോണം ഒതുക്കിയാലേ നമുക്ക് ബാക്കി വരുന്ന വണ്ടി ഫുള്ളായിട്ട് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനത്തെ മിററാണ്. അപ്പം അപ്പോൾ അവന്മാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ അങ്ങ് നിർത്തി. ഇത് അത്യാവശ്യം നല്ലൊരു പാലമാണ് കേട്ടോ. നമ്മളിങ്ങനെ പാലത്തിൻ്റെ മണ്ടയിൽ നിൽക്കുകയാണ്. ഗൈസ്, അങ്ങനെ അവരെ കിട്ടി കേട്ടോ. അവർ വന്ന് ജോയിൻ ചെയ്ത്. അവർ വേറെ ഏതോ വഴിയൊക്കെ കയറിപ്പോയി. നമ്മൾ നിന്ന ലൊക്കേഷൻ അവർക്ക് ഗൂഗിൾ മാപ്പിൽ അയച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ടുപിട്ടി വീണ്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇവിടെ ഒരു കടയിൽ കയറി കഴിക്കാം. ഹോട്ടൽ ആസ്കോട്ട, വെജ് നോൺ വെജ് കോട്ട എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഇറങ്ങി നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. നേരത്തെ ഇറങ്ങിയതായിരുന്നു.
ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സിറ്റുവേഷൻ എങ്ങനെ നടത്തില്ല. പക്ഷേ ഇപ്പോഴും നല്ലൊരു തണുത്ത കാലാവസ്ഥയൊക്കെ ഉണ്ട്, തണുത്ത ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ എത്തുമ്പോഴത്തേക്ക് നൈസായാൽ മതിയായിരുന്നു. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ നൈസായിരിക്കും. ഓവർ മഴ വേണ്ട എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പം തരാം, തെക്കോട്ട് നോക്കിയിരുന്നോ. അടിച്ചിട്ട് നമ്മൾ മേലിക്കാവെന്നാണ് പറയുന്നൊരു സ്ഥലം എത്തിയിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നിട്ട് ലെഫ്റ്റ് എടുക്കാനാണ് പറയുന്നത്. ആണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഇല്ലിക്ക കല്ല്, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇലവീഴാപ്പൂഞ്ചിറയാണ് കേട്ടോ. അവിടെ മുനിഗുഹ എന്ന് പറയുന്ന സെറ്റപ്പും ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ സ്റ്റാർട്ടിങ് ഇതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇലവീഴാപ്പൂഞ്ചിറയുടെ സ്റ്റാർട്ടിങ്ങിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് 5 കിലോമീറ്റർ എന്നാണ് പറയുന്നത് ഈ റോഡ്. ഇപ്പോൾ പണിഞ്ഞ് സെറ്റാക്കിയതേ ഉള്ളൂ. ലൈനൊക്കെ ഇട്ട് സൈഡിൽ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് അത്യാവശ്യം സ്ലാബും കാര്യങ്ങളൊക്കെ വെച്ച് നൈസായിട്ടുള്ള റോഡാണ് കേട്ടോ. ഓ, എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. ഈ വ്യൂ നോക്കി, ഇതിൻ്റെ മണ്ടയിലാണെന്ന് തോന്നിട്ട് നമ്മൾ പോകണം. ഇതിൻ്റെ മണ്ടേ അവിടെ കണ്ടാൽ നമ്മൾ പോകണം. അവിടെയൊക്കെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്, അതിൻ്റെ മുകളിൽ ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. വളയ്ക്കാനാ ഞാൻ പാസ്സായിരിക്കുമെന്ന്. ഇലവീഴാപ്പൂഞ്ചിറ തടാകത്തിലോട്ട് ഇങ്ങോട്ട് പോകണം കേട്ടോ. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ലേക്ക് കണ്ടോ, ഇലവീഴാപ്പൂഞ്ചിറ തടാകം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലേക്കിൽ പോകാം കേട്ടോ. നടന്നു പോകണമെന്ന് തോന്നുന്നു. യെസ്, ഇവിടെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന. ഇവിടെയാണ് ഇലവീഴാപ്പൂഞ്ചിറ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ പോയി വ്യൂ ഇവിടെ നിന്ന് മുകളിൽ അങ്ങോട്ട് വേറെ എവിടെയെങ്കിലും കാണുമായിരിക്കും കേട്ടോ. ഇവിടെയാണ് വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ടേക്കുന്ന. പ്ലാൻ മണ്ടേ പോണ്ടേ? കൂളൻ്റ് കൂളൻ്റ് ഒരിക്കുന്നു. കൂളൻ്റ് ആ വണ്ടിയിൽ എന്താ കൂളൻ്റ് ലീക്കായ? കൂളൻ്റ് ലീക്കായി കേട്ടാ. അടിപൊളി. ശടാ, അതെന്തോടാ ഓവർഫ്ലോ ആണോ ലീക്കായതാണോ? വീഡിയോ എടുത്തോണ്ടിരിക്കാന്ന് തോന്നുന്നു. ഈശ്വര, എവിടെന്നാ കൂളൻ്റ് ലീക്കായി കേട്ടാ. ഇത് ഇത്രയും കയറ്റി ഇട്ടോടാ കൂളൻ്റ് പൊട്ടാ. അല്ല വർക്ക്ഷോപ്പിൽ നിന്ന് അടിച്ചേ. അല്ല ഇതിന്റെ അത് കൂളൻ്റ് ഒട്ടുമില്ലായിരുന്നു വണ്ടിയിൽ. എടാ ഇത്രയും കയറ്റിയിട്ടുണ്ടായിരുന്നടാ. അല്ല ഇത് അടിയിൽ ഒഴിച്ചിട്ട് എന്തായാലും വണ്ടി തണുത്തിട്ട് എടുത്താൽ മതി. അതിനകത്ത് അളവുണ്ട്, മാക്സിമം മിനിമം. അതിൻ്റെ അകത്ത് നിർത്തിയാൽ മതി. അത് ഓവർഫ്ലോ ആയതാ, തിളച്ച് കയറിയതാ. വണ്ടി എടുത്ത് സൈഡിലോട്ട് പോയി. ഇതെന്ത് അങ്ങനെ ചെറിയൊരു പണി കിട്ടിയത്. അത് ഓവർഫ്ലോ ആയതാ, വേറെ സീനൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. വ്യൂ പോയിന്റിലോട്ട് ബൈക്കും കൊണ്ട് കയറാൻ പോവുകയാണ് കേട്ടോ. ഈ റൂട്ടിലോട്ട് അമ്മമാർ കയറി പോയാൽ എന്തോ രണ്ടാമാർ കയറി കേട്ടോ. അപ്പം ഞാൻ എന്തായാലും നീ ഏത് വരുന്ന ഡ്യൂക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഡ്യൂക്ക് പോയാ സുഹൈബ? അയ്യോ, നീ കയറിനകത്ത് കേറാ. നമുക്കെന്തായാലും പില്ലിനെയും വെച്ചോണ്ട് കയറാൻ കേട്ടോ, അല്ലെങ്കിൽ അവന്ന് ഫുള്ള് നടന്നു. അയ്യാ, ഇങ്ങോട്ടൊക്കെ നല്ല വഴികൾ കിടപ്പുണ്ട് കേട്ടോ. സൂപ്പർ സൂപ്പർ, ഇവിടെ നൈസ് കേട്ടോ.
ഓ അങ്ങനെ മണ്ട എത്തിയേട്ടാ. അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പാടാ. അന്യവാനങ്ങൾക്ക് പ്രവേശനമില്ല, റെസ്ട്രിക്റ്റഡ് പോലീസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓ എന്തായാലും നമ്മൾ ഏകദേശം നമ്മളിവിടം വരെ എത്തിക്കാനുള്ളടത്ത് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടി അണ്ടർവെല്ലി അടിച്ചില്ലെന്ന് തോന്നുന്നു. ഇല്ല, വലുതായി തട്ടിയിട്ടില്ല. ഗായ്സ് അങ്ങനെ നമ്മൾ ഇവിടെയാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്താൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി നമ്മൾ ഇവിടുന്ന് മുകളിലോട്ടാണ് പോകേണ്ടത്. പക്ഷേ നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഈ മുകളിലോട്ട് പോകാൻ വേണം. ഇവിടെ ഒരുപാട് വണ്ടികൾ നമ്മൾ കൊണ്ടുവച്ചതിന് ശേഷമാണ് കേട്ടോ ഈ വണ്ടികളൊക്കെ ഇവിടെ കൊണ്ടുവച്ചാൽ. ചെറിയൊരു കാരണം ടാങ്കിൽ വെയിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെടിയുടെ ഇടയ്ക്ക് കൊണ്ടുവച്ചത് കേട്ടോ. പിന്നെ അവിടെയൊക്കെ വണ്ടികൾ വെച്ചിട്ടുണ്ട്. അവിടെ ചേട്ടനോട് ചോദിച്ചപ്പോൾ ഇവിടെ വയ്ക്കാൻ പറഞ്ഞു, കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് വെക്കരുത്, ഇങ്ങോട്ട് ജീപ്പ് പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. താഴോട്ട് എന്തോന്ന് അറിയത്തില്ല, അങ്ങോട്ടൊന്നും പോയില്ല. നമ്മൾ മുകളിൽ പോയി കറങ്ങിയിട്ട് ഒരാളുടെ സെറ്റപ്പാണ് കേട്ടോ. ഓ ഗായ്സ് അങ്ങനെ നമ്മൾ താഴെ വണ്ടി വെച്ചിട്ട് നടന്ന് കയറി വരികയാണ് കേട്ടോ. അയ്യോ അയ്യോ, ജീപ്പ് എടുത്തില്ല, നമ്മൾ പകുതി വരെ ബൈക്കിൽ വന്നു. ഇനിയിപ്പോൾ ഒരു 500 മീറ്റർ, 1/2 കിലോമീറ്റർ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അത്യാവശ്യം കല്ലൊക്കെ പാകിയിട്ടുണ്ട്, പാറക്കല്ലുകൾ പാകിയിട്ടൊക്കെയാണ്. ഇവിടെ ജീപ്പുകൾ മാത്രമേ അലോളൂ, ഇങ്ങോട്ട് കയറ്റി വിടത്തില്ല. താഴെ ഒരു ചങ്ങലയിട്ട് വെച്ചിട്ടുണ്ട്. ആ ജീപ്പ് വരുന്നതിന് ഒരു ലിമിറ്റുണ്ട്. അവിടെ നിന്ന് കുറച്ച് ദൂരം ഒരു ഓഫ് റോഡ് കുറച്ച് എമൗണ്ടേ ആവത്തുള്ളെന്ന് തോന്നുന്നു. നമുക്ക് നടന്ന് വരാവുന്നതേ ഉള്ളൂ. കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് ഇച്ചിരി നേരത്തെ എത്തുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്ന് മുകളിലോട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനൊരു പ്ലേസ് ഉണ്ട് കേട്ടോ നിൽക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പം നൈസ് വ്യൂ ആയിട്ട് നമുക്ക് ആ ഒരു ചിറ കാണാൻ പറ്റും കേട്ടോ. അതാണ് ഇലവീഴാപൂഞ്ചിറ, അതാണ് ഒറിജിനൽ ചിറ. അത് നമ്മൾ കയറി വരുന്ന വഴിക്ക് ആദ്യം ഒരു ചിറയുണ്ട്, അതിന് തൊട്ട് ഫ്രണ്ടിലോട്ട് എത്തിയിട്ട് ഇറങ്ങുമ്പോഴാണ് ആ ഒരു ചിറയെന്ന് പറയുന്നത്. എന്നാണ് അവിടെ താഴെ കാണുന്നത്. നമുക്കിവിടെ നിൽക്കുമ്പോൾ കാണാം, നമ്മൾ വന്ന റോഡാണ് ആ കാണുന്നത് കേട്ടോ. ദ്രൗപദി വനവാസത്തിന് വന്ന സമയത്ത് കുളിക്കാനായിട്ട് ഉപയോഗിച്ച ഒരു ചിറയാണത്. അപ്പം അതിന് ചുറ്റും മരങ്ങളൊന്നും ഇല്ലായിരുന്നു, പുല്ലുകൾ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അതുകൊണ്ട് മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനകത്ത് ഇല വീഴത്തില്ല. അതുകൊണ്ടാണ് ഇലവീഴാപൂഞ്ചിറ എന്ന് പറഞ്ഞൊരു പേര് വന്നത്. പിന്നെ ഈ കുളിക്കുന്ന സമയത്ത് എന്തോ ദേവന്മാർ ഒളിഞ്ഞു നോക്കും അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടിട്ട് ദേവേന്ദ്രനായിട്ട് ഇവിടെ കുറച്ച് മലകൾ സൃഷ്ടിച്ചു കൊടുത്തു. ഈ മലയൊക്കെ അങ്ങനെ സൃഷ്ടിച്ചാന്ന് പറഞ്ഞത്. അതൊക്കെ ഈ ഒളിഞ്ഞു നോട്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് മിത്തുകളുണ്ട്. എന്തുമാത്രം ശരിയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇങ്ങനെ കേട്ടതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിറ കാണാൻ പറ്റും കേട്ടോ. തൊട്ടപ്പുറത്ത് വേറൊരു കൊച്ചു ചിറയും കൂടെ ഉണ്ട്, അത് നമുക്ക് വരുന്ന വഴിക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ റോഡൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് മുകളിലോട്ട് പോകുമ്പോഴാണ് ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുമ്പോഴാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കയറി വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു പോലീസ് വയർലെസ് സ്റ്റേഷൻ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ നോ എൻട്രി ആണ്. തളർന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ആയിരിക്കുന്നു. ഇതാണല്ലോ സിനിമ ഷൂട്ട് ചെയ്ത ആ ഒരു പ്ലേസ് കേട്ടോ. അല്ല ഇതാണ് പ്ലേസ്, ഇലവീഴാപൂഞ്ചിറ ഷൂട്ട് ചെയ്ത പ്ലേസ്. ഇവിടെ നമ്മൾ മുകളിലോട്ട് എത്തുമ്പം കാണുന്ന കാഴ്ചയാണ് കേട്ടോ അത്. ഇതൊക്കെ സിനിമയ്ക്ക് വേണ്ടി യൂസ് ചെയ്ത സാധനങ്ങളാണ്, സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ. ഇതിപ്പോൾ യൂസ്ഫുൾ അല്ലെന്ന് തോന്നുന്നു. പിന്നെ മിനിലക്ഷ ചലനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവരാ എല്ലാവരും ഇവിടെ ഉണ്ടാ. ചത്ത ഗൈസ്. അതെന്തോലും ആക്കും. ആണ്ട ഗൈസ് ചത്ത് കുത്തിരിക്കുന്നു. ഓണ്ടറിന് കാട്ടിനിടയ്ക്ക് പോയിരിക്കുന്നുണ്ട. പിന്നെ അവിടേക്ക് ഇരിപ്പുണ്ട്. പിന്നെ ഇവിടേക്ക് കണ്ട ചത്ത്. ഇത് വലിയ എന്തോന്നും പറഞ്ഞ് വന്നതാട്ടാ. കൊട്ട വെയിലത്ത് വന്ന് കയറി കൊടുത്ത്. എന്തായാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം വേറെ കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇവിടെ നിന്ന്. പക്ഷേ ഇവിടെ മൊത്തം പുകഞ്ഞ് കിടക്കുമോ, ഇതിനകത്ത് എന്തുമാത്രം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അവിടെ ഒരു ബ്രിഡ്ജാണോ അതോ ബ്രിഡ്ജാണെന്ന് തോന്നുന്നു കേട്ടോ ഉണ്ട്. പിന്നെ ഇത് ഏത് ആറാന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. സെറ്റ് വ്യൂ, കുറേ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഏകദേശം ഒരു 360 വ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ മഞ്ഞാണെങ്കിൽ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ വേണ്ടി ഇച്ചിരിക്കും കാണാൻ പറ്റി. പക്ഷേ ഈ വെയിലത്ത് വരരുതെന്നേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അവിടെ നിന്ന് ഇവിടം വരെ കയറുമ്പോഴത്തേക്കും തളരും, ഉപ്പാട് വരും കേട്ടോ. നമ്മൾ ഇരുന്നാൽ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും അടുത്ത വ്യൂ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഇവിടെയും വ്യൂ ഉണ്ട്. അതിരമ്പുഴ